റിലീസ് ആവില്ല, എന്താ പ്രതീക്ഷകൾ? ട്രെയിലർ കണ്ടിട്ട് വലിയ അഭിപ്രായമൊന്നുമില്ല. പൊതുവെ സ്റ്റാർ കാസ്റ്റ് ഉണ്ടല്ലോ, മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ. അപ്പോൾ ഞാൻ ആൻഡ്രൂ ജോസഫ് ഒരിക്കൽ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു, പടം റിലീസിന് മുമ്പ് എൻ്റെ പ്രൊഡ്യൂസറിനെ കാണിച്ചിട്ടു. കാരണം 4 സ്റ്റാർട്ടാവും, ഇത് 96 വലിയ താന്നേരിയാണ്. പക്ഷേ ട്രെയിലർ അത്ര ഇമ്പ്രസീവ് അല്ല. പടം ട്രെയിലർ മോശമായിട്ട് പടം നന്നായിട്ടുണ്ട്, ട്രെയിലർ നന്നായിട്ട് പടം മോശമായിട്ടുമുണ്ട്. എന്തായാലും പടം സാമ്പത്തികമായിട്ട് വിജയിക്കും. കാരണം സൂപ്പർ സ്റ്റാർ പടമാണ്. എങ്ങനെ വരുമെന്ന് പടം വരുമ്പോൾ കാണും. ഇപ്പോൾ ഭഗത്തും കുഞ്ചാക്കോനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ ലാലേട്ടന് എൻ്റെ 50 മിനിറ്റിൻ്റെ ഉള്ളൂ ഒരു ക്യാമിയോ റോൾ, ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ അറിയണം. പുള്ളി ഏത് സിനിമയിലും ക്യാമിയോ റോൾ ചെയ്ത കിട്ടുന്ന പെർഫോമൻസാണ്. എന്തായാലും പടം നന്നാവട്ടെ, വലിയ ഹിറ്റാവട്ടെ. പൊളിറ്റിക്സ് ആയിരിക്കും തോന്നുന്നുണ്ടോ? ഇന്ത്യൻ പൊളിറ്റിക്സ് ആയിരിക്കും അതോ എന്താണ് ഐഡിയ ഇട്ടില്ല. പൊളിറ്റിക്സ് മാത്രമല്ല, പൊളിറ്റിക്സ് കൊണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. മോഹൻലാലിൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് മമ്മൂക്കിയാണ്. YS എന്ന ഡയറക്ടറാണ് ടേക്ക് ഓവർ ചെയ്തത്. പടം നന്നായി വരട്ടെ. ഈ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന ആ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നിക്കുന്നത്. കുറേ പടങ്ങൾ ഇതിന് ഒരുപാട് പടം 2020 കഴിഞ്ഞപ്പോൾ ഒന്നിക്കുന്നത്. 2020 ലാസ്റ്റ് ഏകദേശം ഒരു 50ഓളം പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഒന്നിച്ച് 54-55 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തുള്ള ലാലേട്ടൻ വില്ലനായിട്ട് പുള്ളി നായകനായിക്കാൻ സ്റ്റാറുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മഹേഷ് നാരായണനിൽ മഹേഷ് നാരായണൻ ഉഗ്ര ഡയറക്ടറാണ്, അതിൽ ആ സംശയമില്ല. പുള്ളിയുടെ ടേക്ക് ഓഫിൽ കിട്ടണ പടമായിരുന്നു. പുള്ളിക്ക് സ്റ്റാർട്ടോ ഇല്ലെങ്കിലും പുള്ളി പോയി പടം പിടിക്കും. പുള്ളി നല്ല ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലോട്ടാണ് ഈ സ്റ്റാറുകളെ കിട്ടുന്നത്. ആദ്യം മമ്മൂട്ടിയായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ബാക്കിയുള്ളവർ പിന്നെ ആഡ് ചെയ്തതാണ്. ലാലേട്ടൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് മമ്മൂക്കിയാണ്. എന്തായാലും നല്ല ടെക്നിക്കലി ഉഗ്രം പടമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് മമ്മൂക്കിക്ക് ഹെൽപ്പ് വേണം വന്നു. അപ്പോൾ എന്തൊക്കെയോ ചേഞ്ചിൽ വരുന്നു. എന്തായാലും ആൻഡ്രൂ ജോസഫ് നല്ല കാശ് കിട്ടും. പടം ഫ്ലോപ്പായാലും എങ്ങനെ ആയാലും സാമ്പത്തികമായിട്ട് വിജയിക്കും, വലിയ സംശയമില്ല. പിന്നെ ഒരു ഭയങ്കര തരംഗമായി റിലീസ് ചെയ്ത ദിവസം ഭയങ്കര തരംഗമായി. FDS കാണാൻ പോകുമ്പോഴേ ആരില്ല ഇങ്ങനെ FDS കാണുമ്പോൾ ആരില്ല പ്രതീക്ഷ? ഡയറക്ടറിലാണോ അതോ കാസ്റ്റിങ്ങിലായിരിക്കും? രണ്ടിലും ഉണ്ട്, ഡയറക്ടറും ഉണ്ട്, കാസ്റ്റിങ്ങും ഉണ്ട്, രണ്ടും ഉണ്ട്. 50% ഡയറക്ഷൻ, 50% കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് കാരണം പടം ഡയറക്ഷൻ മോശമായാലും കാസ്റ്റിംഗ് കാരണം പടം വിജയിക്കും. പടം എന്തായാലും സാമ്പത്തിക ആൻഡ്രൂ ജോസഫിന് എന്തായാലും കാശ് കിട്ടും. നന്നാവില്ലയോ എന്ന് അന്ന് കാണും പറയും.